പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്നലെ വലിയ ഒരു വെല്ലുവിളി നമ്മൾ വിജയിച്ചു. അങ്ങനെ എല്ലാ ശുശ്രൂഷകളും വളരെ വിജയകരമായി നടന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇന്നലെ ഒരു അസാധ്യ ദിവസമായിരുന്നു, എന്നാൽ ദൈവം എല്ലാം സാധ്യമാക്കി. നമ്മളിന്ന് സഭയുടെ 7 കൂദാശകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ രാജകീയ ത്രിത്വം നമ്മുടെ സമ്പൂർണ്ണ മനുഷ്യചേതനയിൽ വസിക്കുന്നു എന്നതാണ് ദൈവരാജ്യത്തിലെ കൃപാവരം. ഓ ദൈവമേ, ദൈവരാജ്യത്തിൻ്റെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഡെലിവർ us ഫ്രം ഓൾ ഈവിൾ. കർത്താവേ, ഞങ്ങളുടെ സകല തിന്മകളിൽ നിന്നും മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഞങ്ങളിലാകണമേ. ഞങ്ങളുടെ ഹിതമല്ല, അങ്ങയുടെ ഹിതം. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ. ഇപ്പോൾ ശക്തമായ അഭിഷേകവും അതോടൊപ്പം ഡെലിവറൻസ് നടക്കുന്ന സമയമാണ്. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം ഞങ്ങളിൽ നടക്കണേ. ഞങ്ങളുടെ ഹിതമല്ല. അന്നു വേണ്ട ആഹാരം, ഞങ്ങളുടെ ആത്മാവിൻ്റെ ഭക്ഷണം, അങ്ങയുടെ ജ്ഞാനം, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ വചനം, അങ്ങയുടെ പരിശുദ്ധാത്മാവ്, അങ്ങയുടെ പരിശുദ്ധ ശരീരവും രക്തവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ആത്മാവിന് അന്നു വേണ്ട ആഹാരം നൽകണമേ. ഞങ്ങളോട് ക്ഷമിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. ഡെലിവർ us Lord from all evil. സകല തിന്മകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you, Jesus. Thank you, Lord. Shandala halabala 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 halabala. സകല തിന്മകളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ. സകല തിന്മകളിൽ നിന്ന് ഡെലിവർ us Lord. വരുവിൻ. ഇന്നലത്തെ പ്രവചനത്തെക്കുറിച്ച് പലരും തന്നിരുന്നു. വളരെ ശക്തമായ അഭിഷേകവും വളരെ കാര്യങ്ങൾ ഇന്നലത്തെ പ്രവചനത്തിലൂടെ നടന്നു എന്നാണ് വിശ്വസിക്കുന്നത്. വരുവിൻ, നമുക്ക് ഇന്നത്തെ പ്രവചനത്തിനായിട്ട് കാതോർക്കാം. പ്രവചനപരത്തിനായി തീവ്രമായി അഭിലഷിക്കുവിൻ. കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിരുന്നെങ്കിൽ എന്നും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. കർത്താവേ, നന്ദി കർത്താവേ. എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപയ്ക്കായിട്ട് ദാഹിക്കാം. പരിശുദ്ധാത്മാവേ, ആത്മാവേ, ആത്മാവേ, ഞങ്ങളിലേക്ക് അവിടുത്തെ പ്രവചനപരം അഭിഷേകമാക്കണമേ. ഹാലബല 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 ഹാലബല. പ്രവചനപരം അഭിഷേകമാക്കണമേ. സൗലും ഭൃത്യനും ഗിബെയയിലെത്തിയപ്പോൾ പ്രവാചകഗണത്തെ കണ്ട് ഉടൻ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. അവനും അവരോടൊത്ത് പ്രവചിച്ചു. വരുവിൻ, നമുക്ക് പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. ഹലബല 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 ഹലബല.
പ്രവചനത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. ഹല 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 ഹല. ഇവിടെ ഞാനിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് പ്രവാചക വരത്തെക്കുറിച്ചുള്ള വർക്ക്ഷോപ്പായിരുന്നു. അപ്പം ഇവരെന്നെ സ്വാഗതം ചെയ്തത്, എല്ലാവരും എന്നെ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് സ്വാഗതം ചെയ്തത്. മത്തായി 10:41 മത്തായി 10:41 പറയുന്നത്, ഒരു പ്രവാചകനായി സ്വാഗതം ചെയ്യുന്നവർക്ക് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കുന്നു. 10:41 പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലം. കാര്യം ഈ വചനം നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണെങ്കിലും നമ്മളങ്ങനെ നമ്മളെ തന്നെ പ്രവാചകനായിട്ട് പരിഗണിക്കണില്ലല്ലോ. അപ്പോൾ ഇവർ ഈ വചനം പറഞ്ഞ് ഓരോരുത്തരായിട്ട് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഒരു പ്രവാചകനായി അവർ സ്വീകരിച്ചപ്പോൾ എന്തുണ്ടായി? അവർക്ക് പ്രവാചകന്റെ പ്രതിഫലം കിട്ടി. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ സ്വീകരിക്കാം. നമുക്ക് പരസ്പരം സ്വീകരിക്കാം. പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. നമുക്കൊന്നും കൂടി സ്തുതിച്ച് നന്ദി പറയാം. ഇപ്പോൾ വലിയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രവചനത്തിലൂടെയാണ് കൂടുതൽ ശക്തമായി നാം മുന്നേറുന്നതെന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും അത്ഭുതകരമായ ശക്തി പ്രസരിപ്പിക്കാനും സഭയിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും പ്രവചനമാണ് ആവശ്യം. പ്രവചനം. അതുകൊണ്ട് നമുക്ക് ഇപ്പം എന്താണ് ഈശോ നമ്മളിലൂടെ പ്രവചിക്കാൻ പോണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം കർത്താവ് എനിക്ക് ശക്തമായ ഒരു ബോധ്യം തരികയാണ്, നമ്മൾ പ്രവചിക്കണം. പ്രത്യേകിച്ച് സഭയിലെ ഈ സാഹചര്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകേണ്ട നവീകരണത്തിനായിട്ട് നമ്മൾ പ്രവചിക്കണം. അപ്പോൾ അതുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും പ്രത്യാശയോടെയും വലിയ വിശ്വാസത്തോടെയും ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ചില സമയത്തിങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് ഈ ക്ലാസ് തരാനെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് കർത്താവ് പറയും, ക്ലാസ് കൊടുത്തില്ലെങ്കിലും നീ ആ പ്രവചിച്ചുകൊണ്ട് നിർത്തിക്കൊള്ളാൻ പറയും. അത്രയ്ക്ക് ഈശോ പ്രവചനത്തിനെ വിലമതിക്കുന്നു, പ്രവാചകനെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് നമ്മളും ഈ പ്രവചനപരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. എല്ലാവരും ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് എന്റെ ജനമേ, എന്റെ വാത്സല്യഭാചനങ്ങളെ, എന്റെ പ്രവാചക ദൗത്യത്തിന്റെ ശാഖകളെ, എന്റെ പ്രവാചക ദൗത്യത്തിന്റെ പ്രസരണമേ, ഞാൻ തന്നെയാണ് നിങ്ങളിലൂടെ പ്രവചിക്കുന്നതും പ്രസരിക്കുന്നതും. എന്റെ അത്യഗ്രാഹ്യമായ വിമോചനവും വിജ്ഞാനവും എന്റെ പ്രവചനത്തിലൂടെ നിങ്ങളിലൂടെ ഞാൻ ലോകത്തിലേക്ക് പ്രസരിപ്പിക്കുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഓരോ
കുടുംബത്തിനും ഓരോ വ്യക്തിക്കും സഭ മുഴുവനിലും ഓരോ വൈദികരിലും ശുശ്രൂഷകരിലും ഓരോ മെത്രാന്മാരിലും കർദിനാളന്മാരിലും എന്ന് മാത്രമല്ല മാർപ്പാപ്പയിൽ പോലും പുതിയ തരംഗം സൃഷ്ടിക്കുന്നത് പ്രവചനത്തിലൂടെയാകുന്നു. എന്റെ ജനമേ, അതിനാൽ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രവചിക്കുവിൻ, പ്രവചിക്കുവിൻ. ഇതാ ഇന്ന് തന്നെ എന്റെ അത്യഗ്രാഹ്യമായ ജ്ഞാനം ഈ പ്രവചനത്തിലൂടെ നിങ്ങളിൽ ഞാൻ പകരുന്നു. എന്റെ ജ്ഞാനം ഞാൻ പകരുന്നു. എന്റെ ജ്ഞാനം പ്രഘോഷിക്കാത്ത അധരങ്ങളെ ഞാൻ വിശുദ്ധീകരിക്കുകയും ഞാൻ അവർക്ക് എന്റെ ജ്ഞാനം പകർന്നുകൊണ്ട് ഇനിമേൽ അവർ സ്വന്തം ജ്ഞാനം പ്രഘോഷിക്കുന്നവരാകാതെ ദൈവജ്ഞാനം പ്രഘോഷിക്കുന്നവരാക്കുന്നു. റബലഖീര കറമക്കാര, ദൈവജ്ഞാനം പ്രഘോഷിക്കുവിൻ. എന്റെ പ്രഘോഷകരെ, എന്റെ വൈദികരെ, എന്റെ ജനമേ, ദൈവജ്ഞാനം നിങ്ങളുടെ അധരങ്ങളിലൂടെ ഒഴുകട്ടെ. എന്റെ ജ്ഞാനം നിങ്ങളിലൂടെ പ്രസരിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളെ നിങ്ങളിലൂടെ ഞാൻ ഇതാ പ്രസരിപ്പിക്കുന്നു. എന്റെ വാത്സല്യഭാജനങ്ങളെ, നിങ്ങളുടെ ആത്മാവിൽ ഞാൻ പൂർണ്ണമായി വസിക്കുന്നു. എന്റെ രാജകീയതയും എന്റെ പൗരോഹിത്യവും എന്റെ പ്രവാചകത്വവും നിങ്ങളിൽ അഭിഷേകമായി ഞാൻ നൽകിയിരിക്കുന്നത് ജ്വലിക്കാൻ വേണ്ടിയാണ്. ശരഭക്തിര, എന്റെ പ്രവാചകത്വവും രാജകീയത്വവും നിങ്ങളിലൂടെ ജ്വലിക്കട്ടെ. ഇന്ന് തന്നെ ജ്വലിക്കട്ടെ, ഇപ്പോൾ തന്നെ ജ്വലിക്കട്ടെ. സകല അന്ധകാരത്തെയും നിഹരിക്കട്ടെ, സകല അന്ധകാരത്തെയും നിഹരിക്കട്ടെ. എന്റെ രാജകീയ പ്രവാചക ശക്തി നിങ്ങളിലും സഭയിലും വൈദികരിലും വൈദിക ശ്രേഷ്ഠരിലുമുള്ള എല്ലാ മാനുഷികതകളെയും നിഹനിക്കട്ടെ. ശരമക്കാരക്കീര, ലബൂറമക്കാരക്കീര, നിങ്ങൾ എന്റെ ദൈവീകതയുടെ പ്രവാചകരാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഇപ്പോൾ ഈ പ്രവചനം അതിശക്തമായ ഒരു പ്രവചനമായിരുന്നു. നമുക്ക് ആ പ്രവചനത്തിൻ്റെ സ്ഥിരീകരണത്തിനായിട്ടുള്ള സൗഖ്യം, ഈശോ നൽകുന്ന സൗഖ്യത്തെ നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധാത്മാവേ, മർക്കോസിന്റെ സുവിശേഷത്തിൽ 16:20 പറയുന്നത്, അവർ ലോകമെല്ലാം പോയി പ്രഘോഷിച്ചു, കർത്താവ് അവരോടൊപ്പം പ്രവർത്തിച്ചു, അവരുടെ പ്രബോധനങ്ങളെ സ്ഥിരീകരിച്ചു അടയാളങ്ങളിലൂടെ. ഇപ്പോൾ ഞാൻ കാണുന്നത്, ദർശനമായിട്ട് കാണുകയാണ്, ഒരു വ്യക്തിയുടെ നടുവിന് ശരിക്കും നടുവിലുള്ള നട്ടെല്ലിൻ്റെ വേദന, അവിടെ ഒരു ചുമപ്പമായിരിയാണ് കാണുന്നത്. അതൊരു നട്ടെല്ലിൻ്റെ വേദനയുടെ ഒരു അവസ്ഥയാണ്. അത് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. നട്ടെല്ലിന് നടുക്ക് ഉള്ള വേദന കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഈ സന്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയും അത് അനുഭവിക്കുന്നവരെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ കർത്താവിന് വലിയ സന്തോഷമായിരിക്കും. എനിക്കും സന്തോഷമായിരിക്കും, നമുക്കെല്ലാം സന്തോഷമായിരിക്കും. രണ്ടാമത്തെ സൗഖ്യം, കൈയുടെ എൽബോ, കൈയുടെ ഈ മുട്ടിന് സൗഖ്യം കിട്ടുന്നു, കൈയുടെ ഈ മുട്ടിന്. മൂന്നാമത്തെ സൗഖ്യം, മൂക്കിൽ ദശ വളരുന്ന ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. അത് പെട്ടെന്ന് ഇല്ലാതാവുന്നു. ഈ പ്രവചനം കേട്ടുകൊണ്ടിരിക്കെ മൂക്കിൽ നിന്നും ആ ദശ വളരുന്ന അവസ്ഥ
അപ്രത്യക്ഷമാകുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവമേ, ഈ സന്ദേശങ്ങൾ നൽകുന്നതിനും ഈ സന്ദേശങ്ങളെ കർത്താവ് നൽകിയതിനും നന്ദി പറയുന്നു. ഈ സന്ദേശങ്ങളെല്ലാം ഈ പ്രവചനത്തിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ്. വരുവിൻ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. 1210 ഖണ്ഡം 2 സഭയുടെ 7 കൂദാശകൾ. പ്രൈസ് ദ ലോർഡ്. 7 കൂദാശകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ഇന്ന് ഇവിടെയെല്ലാം വലിയ ആഹ്ലാദമാണ്. ലൂർദ് മാതാവിൻ്റെ ഫീസ്റ്റാണെന്ന്. വിശുദ്ധ ബെർണാഡത്തിനെ കുറിച്ചും എല്ലാം ഞാനൊന്ന് ഓർക്കുകയാണ്. അപ്പോൾ എനിക്കിന്ന് രാവിലെ കിട്ടിയ വിശുദ്ധ ബെർണാഡത്തിൻ്റെ ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. യൂട്യൂബിലുണ്ട്, അത് കാണുന്നത് നല്ലതാണ്. അപ്പോൾ ആ സിനിമയുടെ ആദ്യത്തിൽ എഴുതിയിരിക്കുന്നത് വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ ഒരു പ്രബോധന ഭാഗമാണ്. അതിങ്ങനെയാണ്: The one who has faith, no need of any explanation. One who has no faith cannot have any explanation. അതായത് വിശ്വസിക്കുന്നവന് ഒരു വിവരണത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ വിശ്വസിക്കാത്തവനോട് എത്ര വിവരിച്ചാലും അവന് മനസ്സിലാകുകയില്ല. The one who has faith need no explanation. And the one who has no faith, no explanation is possible. അപ്പം നമ്മൾ ഈ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ വിശ്വാസികളായതുകൊണ്ടാണ് ഇതെല്ലാം പഠിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളാണ്. എന്നാൽ ആ സംശയങ്ങൾക്കെല്ലാം കാരണം നമ്മൾ വിശ്വാസത്തിൽ ഇപ്പോഴും ദൃഢമായിട്ടില്ല. ആ വിശ്വാസത്തിൽ ദൃഢമാകണമെങ്കിൽ നമ്മൾ ഈ സഭയുടെ പ്രബോധനത്തിൽ വേരുറയ്ക്കണം. സഭയുടെ പ്രബോധനം പഠിപ്പിക്കണം. അപ്പം അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഇനി വിശദീകരിക്കുന്നില്ല. അപ്പം ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ കൂദാശകൾ സ്ഥാപിച്ചു. അവ 7 എണ്ണമുണ്ട്. 1210. എന്തെല്ലാമാണ് 7 കൂദാശകൾ? മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന, വിശുദ്ധ കുംഭസാരം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. 7 കൂദാശകൾ. ഈ 7 കൂദാശകൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും എല്ലാ സുപ്രധാന നിമിഷങ്ങളെയും സ്പർശിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് ബയോഗ്രഫിക്കലായിട്ടുള്ള ഒരു വളർച്ച പോലെ തന്നെയാണ്. നമ്മൾ ശിശുവായിരുന്നു, പിന്നെ വളർന്നു, വലുതായി 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 അങ്ങനെ പോകുന്ന പോലെ തന്നെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ബയോഗ്രഫിക്കൽ ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. ബയോളജിക്കൽ വളർച്ച, ബയോഗ്രാഫി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ നമ്മളെല്ലാവരിലും ഒരു ബയോഗ്രാഫി ഉണ്ട്, ഒരാത്മീയമായ ഒരു ബയോഗ്രാഫി. അതാണ് ഈ 7 കൂദാശകളുടെയും രഹസ്യം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതം ഈ 7 കൂദാശകളിൽ ഇങ്ങനെ നിറ്റുകതറായിട്ട് ഇങ്ങനെ നീങ്ങുകയാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ 7 കൂദാശകളിൽ കുറച്ചെങ്കിലും പല പ്രാവശ്യമായിട്ട് പഠിച്ചു കാണും. എങ്കിലും ഇപ്പോൾ നമ്മൾ മറ്റു ഭാഗങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. 7 കൂദാശകൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും എല്ലാ സുപ്രധാന നിമിഷങ്ങളെയും സ്പർശിക്കുന്നു. തുടർന്ന് അവ ക്രൈസ്തവന്റെ വിശ്വാസ ജീവിതത്തിന് ജനനവും വളർച്ചയും രോഗവിമുക്തിയും ദൗത്യവും നൽകുന്നു. പ്രൈസ് ദ ലോർഡ്.
അവ ക്രൈസ്തവന്റെ വിശ്വാസ ജീവിതത്തിന് ജനനവും വളർച്ചയും രോഗവിമുക്തിയും ദൗത്യവും നൽകുന്നു. അങ്ങനെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ഘട്ടങ്ങളും ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഘട്ടങ്ങളും തമ്മിൽ കുറെ സാമ്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സാധാരണ ബയോളജിക്കൽ ജീവിതവും ഈ ആത്മീയ ജീവിതവും ഏതാണ്ട് ഒരുപോലെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കൂദാശകളിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഇതിനകം നമ്മൾ എല്ലാവർക്കും മനസ്സിലായി. നമുക്കൊരിക്കൽ കൂടി നന്ദി പറഞ്ഞൊന്ന് സ്തുതിക്കാം. ഈ കൗദാശിക ജീവിതത്തെപ്പറ്റി നമുക്ക് നന്ദി പറയാം. ദൈവത്തിന് നന്ദി, നിങ്ങളെല്ലാവർക്കും നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ഞാനിപ്പോൾ നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി. ലൂർദ് മാതാവിൻ്റെ തിരുനാളിൻ്റെ പ്രത്യേക ആശംസകൾ. ആമേൻ.